നമസ്കാരം. UDF നേടിയ ഉജ്ജ്വല വിജയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ പങ്ക് എത്രമാത്രം വലുതാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ചില ആളുകൾക്ക് അത് അറിയാമെങ്കിലും അവർ പറയില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അങ്ങനെ പറയാത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ശശികലയാണ്, മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശനാണ്, സുകുമാരൻ നായരാണ്. ഇത്തരത്തിലുള്ള ആളുകളാണ്. അവരൊരിക്കലും അത് സമ്മതിച്ചു തരില്ല. എന്നാൽ മറ്റുള്ള ആളുകൾക്കൊക്കെ കാര്യങ്ങൾ അറിയാം, അവരത് പറയാനും തയ്യാറുള്ള ആളുകളാണ്. എന്തായാലും ഇവിടെ UDF അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നപ്പോൾ ചില ആളുകളൊക്കെ ലീഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിനു മേലൊന്ന് കൈവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ചില ഇടപെടൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നിയുക്ത കഴക്കൂട്ടം MLA V മുരളീധരനാണ് ഇവിടെ ആദ്യമായി മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയത്. അതിനുശേഷം ഒരുപാട് വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസ് BJP പറഞ്ഞ വഴിക്ക് നടക്കുന്നു എന്നൊക്കെയുള്ള ചില വാർത്തകളാണ്, ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്തകളാണ്. എന്തായാലും നേരത്തെ കൈകാര്യം ചെയ്ത വകുപ്പുകളൊക്കെ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യും. വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. ഇവിടെ ലീഗിനെ കടന്നാക്രമിക്കുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ലീഗിനത് കൊടുക്കരുത് എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്താൽ അവിടെ ഖുർആൻ പഠിപ്പിക്കും, ശരീഅത്ത് നിയമം പഠിപ്പിക്കും, അതുപോലെ തന്നെ അത്തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വകുപ്പായി അത് മാറും എന്നൊക്കെയുള്ള ചില ആശങ്കകളാണ് ഇവിടെ ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്ന് പറയുന്ന ആളുകൾ പങ്കുവെക്കുന്നത്. എന്നാൽ ഇവിടെ ഈ വകുപ്പ് മുരളീധരൻ പറഞ്ഞല്ലോ, ഇവിടെ ലീഗിന് കൊടുക്കരുത് എന്ന് പറഞ്ഞല്ലോ. മുരളീധരന്റെ പാർട്ടിയായിട്ടുള്ള BJP ആണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ ഏത് വഴിയിലൂടെ ആയിരിക്കും ഈ വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലീഗ് എപ്പോഴെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട്, അതിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനോ പഠിപ്പിക്കാനോ തയ്യാറായിട്ടുണ്ടോ? യാഥാർത്ഥ്യം മറച്ചു വെച്ച് ചില ആളുകൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിലുള്ള ആളുകളുടെ പക്കൽ ഈ ഒരു വകുപ്പ് കിട്ടിയാൽ അവരതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് PM ശ്രീ പദ്ധതി എന്നുള്ളതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയാണെങ്കിൽ ഇപ്പൊ സംസ്ഥാനത്ത് ഇവിടെ മന്ത്രിസഭ പോലും അറിയാതെ പിണറായി വിജയൻ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയത് വലിയ വിവാദമായിരുന്നു. പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി കുറച്ച് സ്കൂളുകളെ കൊണ്ടുവരുന്നു, ആ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ സ്കൂളുകൾക്ക് ഫണ്ട് കൊടുക്കുന്നു. ആ ഫണ്ട് ആ സ്കൂളുകൾക്ക് കിട്ടണമെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയിൽ പറയുന്ന ചില നിബന്ധനകൾ അംഗീകരിക്കണം. ആ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കണം. കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം. അത്തരത്തിലുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും ഇവിടെ ഈ BJPയുടെ പക്കൽ, BJP ആണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അവർക്ക് ചില രീതികളുണ്ട്, അവർ ചിന്തിക്കുന്ന ചില വഴികളുണ്ട്. ആ വഴികളിലൂടെ കുട്ടികളെ അവർ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ശരി എന്നവർ പറയും. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അവർ നടത്തും. ഉദാഹരണത്തിന് പാലിനേക്കാൾ ഔഷധ മൂല്യം മൂത്രത്തിനാണ് എന്നവർ പഠിപ്പിക്കും. ഗോമൂത്രത്തിനാണ്, ഇവിടെ പശുവിന്റെ അകട്ടിൽ നിന്നും കിട്ടുന്ന പാലിനേക്കാൾ ഔഷധ മൂല്യം എന്നവർ പറഞ്ഞ് കുറച്ച് ആളുകളെ അത്തരത്തിൽ ചിന്തിക്കാൻ അവർ പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ പ്രതികരിക്കുന്ന ഒരു പുതിയ തലമുറ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. എന്താണ് മോദി പറയുന്നത്, എന്താണ് യോഗി പറയുന്നത്, അതാണ് ശരി, അത് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന, പ്രതികരണശേഷിയില്ലാത്ത ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ നയമാണ് BJPയുടേത്. ആ ഒരു നയം അനുസരിച്ച് അവർ പ്രവർത്തിക്കും. ഇത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ ഈ ലീഗിന്റെ പക്കൽ വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയാൽ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ നിയമസഭാ സ്പീക്കറായിരുന്ന ഷംസീർ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രതികരണം നടത്തി. ഗണപതിയുമായി ബന്ധപ്പെട്ട് അത് മിത്താണ് എന്നാണ് ഷംസീർ പറഞ്ഞത്. എന്തായാലും ഷംസീറ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി. ഷംസീറ പറഞ്ഞത് തിരുത്താനൊന്നും പോയില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. എന്തായാലും ഇവിടെ ഈ സംഘപരിവാർ സംഘടനകൾ അവർ പറയുന്നത് മാത്രമാണ് ശരി. ഞാൻ പറയുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇവിടെ രാമായണവും മഹാഭാരതവും എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ ഞാനില്ല. പക്ഷേ അവിടെ എന്താണ് ഗണപതിയുമായി ബന്ധപ്പെട്ട്, ഗണപതിയുടെ ജനനം എങ്ങനെയാണ് എന്നൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് സംഭവം? അതായത് ശിവനാണ് ഏറ്റവും ആദ്യം പ്ലാസ്റ്റിക് സർജറി ചെയ്തത്. ഈ പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ശിവനാണ് എന്നാണ് ഇവിടെ ഈ ഗണപതിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്.
അത് പഠിപ്പിക്കാനാണ്, അതാണ് ശരി എന്ന് പറയാനാണ് അവർ ശ്രമിക്കുന്നത്. അവരുടെ പക്കൽ വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയാൽ എങ്ങനെ ശരിയാകും? അതായത് ഇവിടെ പാർവതി ദേവി അവരുടെ ശരീരത്തിൽ നിന്നുള്ള മഞ്ഞൾ എടുത്തൊരു രൂപമുണ്ടാക്കുന്നു ഈ ഒരു സമയത്ത്. എന്നിട്ട് അവർ കുളിക്കാൻ പോവുകയാണ്. ഈ കുളിക്കാൻ പോകുന്ന സമയത്താണ് ശിവൻ അങ്ങോട്ട് കയറി വരുന്നത്. ശിവൻ കയറി വരുന്ന സമയത്ത് അമ്മ കുളിക്കുകയാണ്, അങ്ങോട്ട് പോകരുത് എന്ന് ഈ മഞ്ഞളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ രൂപം ഈ കുട്ടിക്ക് ജീവൻ കൊടുത്തു. ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ ശിവന് ദേഷ്യമായി. ശിവൻ ആ കുട്ടിയുടെ തല വെട്ടിക്കളഞ്ഞു. അങ്ങനെ തല വെട്ടിക്കളഞ്ഞ് പിന്നീട് പാർവതി ദേവി കുളി കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അത് എന്റെ കുട്ടിയാണ്, എന്റെ സൃഷ്ടിയാണ് എന്നവർ പറയുന്നു. ആനയുടെ തലയെടുത്ത് ഈ കുട്ടിയുടെ ഉടലിൽ ചേർത്ത് വെക്കുന്നു. അങ്ങനെ ഗണപതി ഉണ്ടാകുന്നു. ഇതാണ് ഈ ഗണപതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥ, ഐതിഹ്യം. അങ്ങനെയാണ് അത് പറയുന്നത്. ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ടാണ് അവർ വാദിക്കുന്നത്. ഷംസീർ പറഞ്ഞത് തെറ്റാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് പുരാണമാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചില യോജിപ്പുകളൊക്കെ എവിടെയോ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. പൂർണ്ണമായി ഞാൻ അതിനെ തള്ളിക്കളയുന്നില്ല. എന്തായാലും അത് പൂർണ്ണമായി വിശ്വസിക്കാനും നമുക്ക് കഴിയില്ല. അത്തരത്തിലുള്ള ചില കഥകളാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പുഷ്പക വിമാനം. പുഷ്പക വിമാനമാണ് ഏറ്റവും ആദ്യമായി കണ്ടുപിടിച്ച വിമാനം എന്നാണ് ഇത്തരക്കാർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പുഷ്പക വിമാനം? വിശ്വകർമാവ് ബ്രഹ്മാവിന് നിർമ്മിച്ചു കൊടുക്കുന്ന പുഷ്പക വിമാനം അത് ധനദേവനായിട്ടുള്ള കുബേരന് കൊടുക്കുന്നു. ഈ ധനദേവനായിട്ടുള്ള കുബേരനെ രാവണൻ തോൽപ്പിച്ച് ആ പുഷ്പക വിമാനം സ്വന്തമാക്കുന്നു. ഇവിടെ പിന്നീട് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നത് ഈ പുഷ്പക വിമാനത്തിലാണ്. ഈ പുഷ്പക വിമാനത്തിന്റെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ എന്താണ് ആഗ്രഹിച്ച വഴിക്ക് ആ വിമാനം സഞ്ചരിക്കും. അതാണ് പുഷ്പക വിമാനത്തിന്റെ പ്രത്യേകത. അവസാനം രാവണനെ കൊന്ന് രാമൻ ഈ പുഷ്പക വിമാനത്തിൽ സീതയെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുവരികയാണ്. അവസാനം ഈ പുഷ്പക വിമാനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള കുബേരന് തന്നെ ഇത് കൊടുക്കുന്നു. ഈ പുഷ്പക വിമാനമാണ് ലോകത്ത് ആദ്യമായി കണ്ടുപിടിച്ച വിമാനം എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇവിടെ ശാസ്ത്രം പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. ഇവിടെ ചില ആളുകൾ എഴുതി വെച്ച വിശ്വാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ അത് അംഗീകരിക്കുന്നുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ട്. അതിലൊന്നും ഇവിടെ എതിർപ്പില്ല. എന്നാൽ അത്തരത്തിലുള്ള വിശ്വാസമാണ് ശരി എന്നൊക്കെ പറഞ്ഞ് അത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഭരണഘടനയല്ല വലുത്, മനുസ്മൃതിയാണ് വലുത് എന്ന്, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ആളുകളാണ് ഇവിടെ പറയുന്നത് മുസ്ലിം ലീഗിന്റെ പക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരിക്കലും കിട്ടാൻ പാടില്ല, അത് കൊടുത്താൽ അംഗീകരിക്കില്ല എന്നാണ് വി മുരളീധരൻ പറഞ്ഞത്, BJP-യുടെ നേതാവ് പറഞ്ഞത്. ആർക്ക് വേണം ഭായി നിങ്ങളുടെ അംഗീകാരം? നിങ്ങളുടെ അംഗീകാരം നോക്കിയിട്ടാണോ ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൽ ലീഗ് ഇടപെട്ടത്, വിജയിച്ചത്, UDF-ന് ഉജ്ജ്വല വിജയമൊക്കെ ലഭിച്ചത്? നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയാണോ? നിങ്ങളുടെ അംഗീകാരം നോക്കിയാണോ? എന്തായാലും ഇത്തരത്തിലുള്ള ബഡായികൾ പറയുമ്പോൾ ചില ആളുകളൊക്കെ ഈ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. BJP-ക്ക് അനുകൂലമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ, ചില മതേതര സ്വഭാവമുള്ള ആളുകളാണ് ഞങ്ങളെന്ന് കാണിക്കാൻ ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. ഖുർആൻ പഠിപ്പിക്കും, അതുപോലെ ശരീഅത്ത് നിയമങ്ങൾ പഠിപ്പിക്കും, പ്രവാചകനുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിപ്പിക്കും എന്നൊക്കെയാണ് ഇവർ ആശങ്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതൊന്നും വിലപ്പോകില്ല. മുസ്ലിം ലീഗ് ഇതുവരെ ഏതൊക്കെ വകുപ്പുകളാണോ കൈകാര്യം ചെയ്തിരുന്നത് ആ വകുപ്പുകളൊക്കെ മുസ്ലിം ലീഗ് തന്നെ കൈകാര്യം ചെയ്യും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ തൽക്കാലം ഇതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സമയം കളയും എന്നല്ലാതെ കൂടുതലായൊന്നും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തൽക്കാലം പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.